സ്വാഗതം. നമ്മൾ ഇന്ന് ഹെപ്പറ്റൈറ്റിസ് എന്ന വിഷയമാണ് സംസാരിക്കുന്നത്, പ്രത്യേകിച്ച് ഹെപ്പറ്റൈറ്റിസ് എയെക്കുറിച്ച്. കരളിനെ ബാധിക്കുന്ന ഈയൊരു വീക്കം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ ഹെപ്പറ്റൈറ്റിസ്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മുടെ കരളിന്, ലിവറിന് ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്കം വരുന്ന അവസ്ഥ. ഇതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇൻഫെക്ഷൻസ് ആകാം, ചില ടോക്സിൻസ്, വിഷവസ്തുക്കൾ ശരീരത്തിലെത്തുന്നതുകൊണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ കരളിനെ അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥകളുണ്ട്, ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നങ്ങൾ. പിന്നെ ചില മെറ്റബോളിക് ഡിസോർഡറുകൾ, ഉപാപചയ പ്രശ്നങ്ങളും കാരണമാകാം. പക്ഷേ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം വൈറസുകളാണ്. പ്രധാനമായിട്ടും 5 തരം വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് എ, അതായത് HAV, പിന്നെ ബി HBV, സി HCV, ഡി HDV, പിന്നെ ഹെപ്പറ്റൈറ്റിസ് ഇ HEV. ഇതിൽ ഓരോന്നും പകരുന്നത് വേറെ വേറെ രീതിയിലാണ്. ഉണ്ടാക്കുന്ന ലക്ഷണങ്ങളും രോഗത്തിൻ്റെ ഒരു സ്വഭാവവുമൊക്കെ വ്യത്യാസമുണ്ട്. നമ്മളിന്ന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് എ അഥവാ HAVക്കാണ്. അതെ, അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഈ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു അക്യൂട്ട് ഇൻഫെക്ഷനാണ്. അതായത് പെട്ടെന്ന് വരും, കുറച്ചു കാലമുണ്ടാകും, പിന്നെ എന്ന് പൂർണ്ണമായിട്ടും മാറും. ഈ ഹെപ്പറ്റൈറ്റിസ് ബി, സി ഒക്കെ പോലെ ഇതൊരു ക്രോണിക്, അതായത് വിട്ടുമാറാത്തൊരു അസുഖമായിട്ട് സാധാരണ രീതിയിൽ മാറാറില്ല. ആ ഒരു വ്യത്യാസം പ്രധാനപ്പെട്ടതാണ്. നമുക്ക് എന്തായാലും ഈ ഹെപ്പറ്റൈറ്റിസ് എയുടെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം. ശരി, അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ, ഇതിന്റെ കാരണം ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് തന്നെ. ഇതിന്റെ സ്പ്രെഡ്, അതായത് ഇതെങ്ങനെയാണ് പകരുന്നത് എന്ന് നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിനായിട്ടും ഫീക്കൽ ഓറൽ റൂട്ട് എന്നാണ് പറയുക. ആ വാക്ക് ചിലപ്പോൾ അത്ര ഫെമിലിയർ ആകണമെന്നില്ല. എന്നുവെച്ചാൽ രോഗമുള്ള ആളുടെ മലത്തിലൂടെ പുറത്തുവരുന്ന വൈറസ് അത് ഏതെങ്കിലും രീതിയിൽ ചിലപ്പോൾ കൈകൾ വഴിയോ മറ്റോ ഭക്ഷണത്തിലോ വെള്ളത്തിലോ എത്തുന്നു. ആ കണ്ടാമിനേറ്റഡ് ആയ മലിനമായ ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം അത് മറ്റൊരാൾ കഴിക്കുമ്പോഴോ കുടിക്കുമ്പോഴോ ആണ് രോഗം പകരുന്നത്. അപ്പോൾ ശുചിത്വവുമായിട്ട് ഇതിന് ഡയറക്റ്റ് ബന്ധമുണ്ട്, അല്ലേ? തീർച്ചയായും. അപ്പോൾ ശുചിത്വക്കുറവ് ഒരു പ്രധാന റിസ്ക് ഫാക്ടറാണ്. വേറെ എന്തൊക്കെ സാഹചര്യങ്ങളാണ് സാധ്യത കൂട്ടുന്നത്? ഈ മലിനമായ വെള്ളത്തിൽ നിന്നുള്ള കക്കയിറച്ചി പോലെയുള്ള സാധനങ്ങൾ, ഷെൽഫിഷ്, അതൊന്ന് ശരിക്കും വേവിക്കാതെ കഴിക്കുന്നത്. അതൊരു സാധ്യതയാണ്. പിന്നെ രോഗമുള്ള ആളുകളുമായിട്ട് വളരെ ക്ലോസ് കോണ്ടാക്ട്, ഒരു വീട്ടിൽ താമസിക്കുന്നവർ അല്ലെങ്കിൽ അവരെ നോക്കുന്നവർ, അവർക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ അസുഖം കുറച്ച് കൂടുതലായി കാണുന്ന ചില സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത്, യാത്ര പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്, അല്ലേ? തീർച്ചയായും. യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഹൈജീൻ സ്റ്റാൻഡേർഡ്സ് കുറവാണെന്ന് നമുക്ക് തോന്നുന്ന സ്ഥലങ്ങളിൽ വെള്ളം, ഭക്ഷണം ഇതിലൊക്കെ നല്ല ശ്രദ്ധ വേണം. ഇനി ഈ വൈറസ് ശരീരത്തിൽ കയറിയതിനു ശേഷം രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങാൻ കുറച്ചൊരു സമയമെടുക്കും. ഇൻക്യുബേഷൻ പീരീഡ് എന്നാണ് അതിന് പറയുക. അത് ഏകദേശം ഒരു 15 ദിവസം മുതൽ 50 ദിവസം വരെ ആകാം. സാധാരണയായിട്ട് 1 മാസം, 1.5 മാസമൊക്കെ എടുക്കാം. അപ്പോൾ വൈറസ് കയറിയ ഉടനെ അസുഖം വരില്ല? ഇല്ല. രോഗം സാധാരണയായിട്ട് 2 ഘട്ടങ്ങളിലൂടെയാണ് പിന്നെ കടന്നുപോവുക. ഏതൊക്കെയാണ് ആ ഘട്ടങ്ങൾ? ആദ്യത്തെ ഘട്ടം, അതിനെ പ്രോഡ്രോമൽ ഫേസ് അല്ലെങ്കിൽ പ്രീ ഇക്റ്ററിക് ഫേസ് എന്ന് പറയും. അതായത് മഞ്ഞപ്പിത്തം വരുന്നതിന് തൊട്ടു മുൻപുള്ള ഘട്ടം. ഈ സമയത്ത് ഒരു ജനറൽ ഫീലിംഗ് ഓഫ് ബീയിങ് അൺവെല്ലാണ്. ഭയങ്കര ക്ഷീണം, ചെറിയ പനി, വിശപ്പില്ലായ്മ, ഓക്കാനം, ചിലപ്പോൾ ഛർദ്ദിക്കാം, വയറിന്റെ മുകൾ ഭാഗത്തൊരു വേദന പോലെ, ഡിസ്കംഫർട്ട്, ചിലർക്ക് വയറിളക്കവുമുണ്ടാവാം. സാധാരണ വൈറൽ പനി പോലെ തോന്നാമല്ലേ? അതെ. ഇത് മാത്രം വെച്ച് ഹെപ്പറ്റൈറ്റിസ് ആണെന്ന് പറയാൻ പറ്റില്ല. പിന്നെയാണ് രണ്ടാമത്തെ ഘട്ടം, ഇക്റ്ററിക് ഘട്ടം. ആ പേരുപോലെ തന്നെ ഇതാണ് മഞ്ഞപ്പിത്തത്തിന്റെ സ്റ്റേജ്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം, ജോണ്ടിസ് അഥവാ മഞ്ഞപ്പിത്തം കാണുന്നത്. സ്കിന്നിനും കണ്ണിന്റെ വെള്ളയ്ക്കുമൊക്കെ മഞ്ഞ നിറം വരും. അതോടൊപ്പം മൂത്രത്തിന് നല്ല കടുത്ത നിറം വരും. ചായയുടെ നിറം എന്നൊക്കെ പറയില്ലേ, അതുപോലെ. മലമാണെങ്കിൽ സാധാരണ നിറം മാറി ഒരുമാതിരി വെളുത്ത കളിമണ്ണിന്റെ നിറം പോലെയാകും. പെയിൽ സ്റ്റൂൾസ് എന്ന് പറയും. ചില ആൾക്കാർക്ക് ദേഹത്ത് ചൊറിച്ചിൽ വരാം, പ്രൂറൈറ്റിസ്. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം, ഈ മഞ്ഞപ്പിത്തം വന്നു തുടങ്ങുമ്പോഴേക്കും ആദ്യത്തെ സ്റ്റേജിലെ അക്ഷീണം, പനി, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്ക് കുറച്ചൊരു കുറവ് വരുന്നത് കാണാറുണ്ട്. ശരിയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്, കുട്ടികളുടെ കാര്യത്തിൽ. കുട്ടികളിൽ ഈ ഹെപ്പറ്റൈറ്റിസ് എ വന്നാൽ പലപ്പോഴും ലക്ഷണങ്ങൾ ഭയങ്കര കുറവായിരിക്കും. ചിലപ്പോൾ ഒരു ലക്ഷണവും കാണിക്കാതെ അസുഖം വന്നു പോയെന്നും വരും. അസിംപ്റ്റമാറ്റിക് ഇൻഫെക്ഷൻ എന്ന് പറയും. അതേസമയം മുതിർന്നയാളുകളിലാണെങ്കിൽ
ലക്ഷണങ്ങൾ കുറച്ചുകൂടി വ്യക്തവും സിവിയറുമായിരിക്കും സാധാരണഗതിയിൽ. അപ്പോ കുട്ടികൾക്ക് അസുഖമുണ്ടെങ്കിലും പുറമെ അറിയണമെന്നില്ല. അതെ. അതുകൊണ്ട് തന്നെ രോഗം പടർത്തുന്നതിൽ അവർക്ക് വലിയൊരു പങ്കുണ്ട്. കാരണം അവർക്ക് അസുഖമുണ്ടെന്ന് ആരും അറിയില്ല. അവർ സ്കൂളിൽ പോകും, കളിക്കും, മറ്റുള്ളവരുമായിട്ട് ഇടപഴകും. അപ്പോൾ ഹൈജീൻ കാര്യങ്ങളൊക്കെ കുറവാണെങ്കിൽ അവരിലൂടെ വൈറസ് മറ്റുള്ളവരിലേക്ക് എളുപ്പമെത്താം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ലക്ഷണങ്ങൾ മാത്രം വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. എങ്ങനെയാണ് ഇത് കൺഫേം ചെയ്യുന്നത്? രക്തം പരിശോധിക്കേണ്ടി വരുമല്ലോ. തീർച്ചയായും ബ്ലഡ് ടെസ്റ്റ് തന്നെയാണ് പ്രധാന മാർഗം. ഹെപ്പറ്റൈറ്റിസ് എ വൈറസിനെതിരെ നമ്മുടെ ശരീരമുണ്ടാക്കുന്ന ചില ആന്റിബോഡീസ് ഉണ്ട്. അത് രക്തത്തിലുണ്ടോന്ന് നോക്കും. അതിൽ തന്നെ anti-HAV-IgM എന്ന് പറയുന്ന ഒരു ആന്റിബോഡി. ഇതിന്റെ സാന്നിധ്യം കാണിക്കുന്നത് ആൾക്ക് നിലവിൽ അസുഖമുണ്ട്, ഒരു അക്യൂട്ട് ഇൻഫെക്ഷൻ നടക്കുന്നുണ്ടെന്നാണ്. ഈ IgM ആന്റിബോഡി ഇൻഫെക്ഷന്റെ തുടക്കത്തിൽ ശരീരം ഉണ്ടാക്കുന്നതാണ്. ഓക്കെ. അതോടൊപ്പം തന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ, LFT എന്ന് നമ്മൾ സാധാരണ പറയും, അതും വളരെ പ്രധാനമാണ്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ലിവറിന്റെ വീക്കമാണല്ലോ. അപ്പോൾ ലിവറിലെ കോശങ്ങൾക്ക് ഡാമേജ് വരുമ്പോൾ ചില എൻസൈമുകൾ, അതായത് ALT, AST എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ, അത് രക്തത്തിലേക്ക് കൂടുതലായിട്ട് വരും. അപ്പോൾ ഈ ALT, ASTയുടെ അളവ് കൂടുന്നത് കാണാം. അതുപോലെ ബിലിറൂബിൻ. ഈ ബിലിറൂബിൻ കൂടുമ്പോഴാണ് മഞ്ഞ നിറം വരുന്നത്. അപ്പോൾ ഈ LFTയുടെ മാറ്റങ്ങളും പിന്നെ IgM ആന്റിബോഡിയും പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എ ആണെന്ന് ഉറപ്പിക്കാം. ശരി. രോഗം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കുമുള്ളൊരു പേടിയാണ് ഇത് എത്രത്തോളം സീരിയസ് ആവും എന്നുള്ളത്. സാധാരണ ഇത് തനിയെ മാറുമെന്ന് നമ്മൾ പറഞ്ഞു. എന്നാലും അപൂർവമായിട്ടാണെങ്കിലും ചില കോംപ്ലിക്കേഷൻസ് വരാലോ. ഒന്ന്, ഫുൾമിനന്റ് ഹെപ്പറ്റൈറ്റിസ്. ഇത് പെട്ടെന്ന് ലിവർ ഫെയിലിയർ ആയി പോകുന്നൊരവസ്ഥയാണ്. വളരെ വളരെ ഗുരുതരമാണ്. ജീവന് തന്നെ അപകടമാണ്. പക്ഷെ അത് വളരെ റെയറാണ്. ഹെപ്പറ്റൈറ്റിസ് എയിൽ ഫുൾമിനന്റ് ഹെപ്പറ്റൈറ്റിസ് വരുന്നത് വളരെ വളരെ അപൂർവമാണ്. അത് ഓർക്കണം. ഓക്കെ. പിന്നെ റിലാപ്സിംഗ് ഹെപ്പറ്റൈറ്റിസ്. ആ പേര് പോലെ തന്നെ അസുഖം മാറി കുറച്ച് ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞ് വീണ്ടും ലക്ഷണങ്ങൾ വരുന്നത്. അതും അത്ര കോമൺ അല്ലെങ്കിലും ഫുൾമിനന്റ് അത്രയും റെയർ അല്ല. പിന്നെ കോളിസ്റ്റാറ്റിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നൊരവസ്ഥ. ഇതിൽ മഞ്ഞപ്പിത്തം സാധാരണയിൽ കൂടുതൽ കാലം നീണ്ടു നിൽക്കും, ചിലപ്പോൾ മാസങ്ങളോളം. കരളിൽ നിന്ന് പിത്തരസം, ബൈൽ ഒഴുകിപ്പോകുന്നതിൽ ഒരു തടസ്സം വരുന്നതുകൊണ്ടാണത്. എന്തായാലും നമ്മൾ വീണ്ടും ഓർക്കേണ്ട കാര്യം, ഈ കോംപ്ലിക്കേഷൻസ്, പ്രത്യേകിച്ച് ആ ലിവർ ഫെയിലിയർ ആവുന്നത്, അതൊക്കെ ഹെപ്പറ്റൈറ്റിസ് എയുടെ കാര്യത്തിൽ വളരെ വളരെ വിരളമാണ്. ഭൂരിഭാഗം പേരിലും ഒരു കുഴപ്പവുമില്ലാതെ അസുഖം അങ്ങ് മാറും. പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ശ്രദ്ധ വേണം. അപ്പോൾ രോഗം വന്നാൽ മാറാനുള്ള സാധ്യത, പ്രോഗ്നോസിസ് എന്ന് പറയില്ലേ, അതെങ്ങനെയാണ്? പൊതുവെ നല്ലതാണോ? പ്രോഗ്നോസിസ് എക്സലന്റ് ആണ്. വളരെ മികച്ചതാണ്. ഓൾമോസ്റ്റ് എല്ലാവരും ഏതാനും ആഴ്ചകൾക്കുള്ളിലോ കൂടിയാൽ കുറച്ചു മാസങ്ങൾക്കുള്ളിലോ കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആവും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരിക്കൽ ഹെപ്പറ്റൈറ്റിസ് എ വന്ന് ഭേദമായാൽ ആ ആൾക്ക് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി കിട്ടും. ജീവിതകാലം മുഴുവൻ പ്രതിരോധശേഷിയുണ്ടാകും. അതെ അതെ. പിന്നീട് അതേ വൈറസ് വന്നാലും അസുഖം വരില്ല. അതാണിതിലെ ഏറ്റവും വലിയൊരു ആശ്വാസം. ഇതൊരിക്കലും ഒരു ക്രോണിക് ഇൻഫെക്ഷനായിട്ട് മാറുന്നില്ല. ലിവറിന് സ്ഥിരമായി ഡാമേജ് ഉണ്ടാക്കുന്ന സിറോസിസ് പോലുള്ള പ്രശ്നങ്ങളിലേക്ക് ഇത് സാധാരണഗതിയിൽ പോകാറില്ല. വന്നു, മാറി, പിന്നെ ജീവിതകാലത്തേക്ക് പ്രൊട്ടക്ഷൻ കിട്ടി. ഈ ഒരു പ്രത്യേകതയാണ് ഇതിനെ ഹെപ്പറ്റൈറ്റിസ് ബി, സി പോലുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. കാരണം അവ ക്രോണിക് ആകാനും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കാനും സാധ്യതയുണ്ട്.